ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ്? ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എന്താണ് അറിയാവോ? എന്താ നോമൻക്ലേച്ചർ? പറ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ കാണുമല്ലോ. നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ടൈം നമ്മൾ +1 +2 കാലങ്ങളിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ടാക്സോണമി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എന്താണ്? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസൈനിങ് നെയിംസ് അല്ലെങ്കിൽ നെയിംസ് ടു ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന് ഒരു പേര് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ, നെയിമിങ്ങിനകത്തിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനാണ് പറയുന്നത് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അസൈനിങ് നെയിംസ് ടു ആൻ ഓർഗാനിസം അല്ലെങ്കിൽ ഗിവിങ് സ്റ്റാൻഡേർഡൈസേഷൻ ടു നെയിമിങ്ങിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരിക. അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നോമൻക്ലേച്ചർ നമ്മൾ പറഞ്ഞു ടാക്സോണമി. ഇപ്പം അതിന് മുമ്പിലത്തെ ക്ലാസ് നമ്മൾ ടാക്സോണമിയെക്കുറിച്ച് പഠിച്ചായിരുന്നല്ലേ. ടാക്സോണമിയെക്കുറിച്ച് പഠിച്ചപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തിലെ പ്രോസസ്സുകൾ? ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു, പിന്നെന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു, പിന്നെ നോമൻക്ലേച്ചർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് വരുന്ന മൂന്നാമത്തെ ഇതാണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരെണ്ണത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിന് പേര് കൊടുക്കുന്നു അല്ലേ. അതാണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ, നെയിമിങ്ങിനൊരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക. അതായത് ഒരു ഓർഗാനിസത്തിന് ഇപ്പം നമ്മുടെ അവിടെ തന്നെ കാണുന്ന പല പല സ്പീഷീസുകളെ കാണാറുണ്ട്. ആ ഓരോ സ്പീഷീസിനും നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ കോമൺ നെയിം എന്ന് പറയുന്നത് പല പല നെയിമായിരിക്കും ഇല്ല. ഇപ്പോൾ പപ്പായ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്, പപ്പായയ്ക്ക് നമ്മൾ എന്താണ് ഓമയ്ക്ക എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. നമ്മുടെ കേരളത്തിൽ തന്നെ ഓമയ്ക്കാന്ന്, കപ്ലങ്ങ, അങ്ങനെ ഓരോരോ പേരുകളുണ്ട് ഇല്ലേ ഓമയ്ക്കയ്ക്ക് തന്നെ. അപ്പോൾ അങ്ങനെ പലയിടത്ത് എന്ന പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ്. ഇപ്പം നമ്മൾ പറയുന്ന ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് ചെന്ന് പറയുമ്പോൾ അതിനെ അറിയുന്നില്ല, അവർക്കറിയില്ല, അത് അവരുടെ വേറൊരു പേരാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതിനെന്ത് വേണം? എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തുള്ള ഒരു പേര് വേണം. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേര് വേണം. എല്ലായിടത്തും അംഗീകരിച്ച ഒരു പേര്, അല്ലാതെ ഓരോ ലോക്കൽ ലാംഗ്വേജസിലുള്ള പേരല്ല, അല്ലെങ്കിൽ വെർണാക്കുലർ നെയിംസ് അല്ല. വെർണാക്കുലർ നെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിംസ് ഇൻ ലോക്കൽ ലാംഗ്വേജസ്. നമ്മുടെ ലോക്കൽ ലാംഗ്വേജസിലുള്ള നെയിമിനെയാണ് വെർണാക്കുലർ നെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് നെയിംസ് വേണം. കാരണം ഈ ഒരു പ്ലാന്റ് ആ ഒറ്റ പേരിലായിരിക്കണം എല്ലായിടത്തും അറിയപ്പെടുന്നത്. അതായത് ഒരു സ്പീഷീസിന് ഒരു സയൻറ്റിഫിക് നെയിമേ കാണത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു നെയിമിങ്ങിനകത്ത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള പ്രോസസ്സാണ് എങ്ങനെ പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതായത് അസൈനിങ് നെയിംസ് ടു ആൻ ഓർഗാനിസം, ഒരു സ്റ്റാൻഡർഡൈസേഷൻ, നെയിമിങ്ങിനകത്തിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് നെയിമിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം നോമൻക്ലേച്ചർ, അസൈനിങ് നെയിംസ് ടു ആൻ ഓർഗാനിസം ഈസ് കോൾഡ് നോമൻക്ലേച്ചർ. ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ നോമൻക്ലേച്ചർ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ നേരത്തെ ആ ടാക്സോണമി പ്രോസസ്സിൽ പറഞ്ഞല്ലേ, ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തു, എന്നിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുശേഷമാണ് എന്ത് പേര് കൊടുക്കുന്നത്? ഒരു സാധനത്തെ മനസ്സിലാക്കി എന്താണ് എന്നറിഞ്ഞതിന് ശേഷമാണ് അതിന് പേര് കൊടുക്കുന്നത് അല്ലേ. അത് നമ്മൾ പറഞ്ഞായിരുന്നു. വെർണാക്കുലർ നെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ നെയിംസ് ആണ്. ദാറ്റ് ഈസ് ദ നെയിംസ് ഇൻ ലോക്കൽ ലാംഗ്വേജസ്. സയൻറ്റിഫിക് നെയിംസ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ നെയിംസ് അക്സെപ്റ്റബിൾ ഓൾ ഓവർ ദ വേൾഡ്. നമ്മുടെ വേൾഡിൽ ഫുള്ള് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിം, ഒരു സ്പീഷീസ് ആ നെയിമിൽ മാത്രമേ, ആ പേരിൽ മാത്രമേ എവിടെ ചെന്നാലും അറിയപ്പെടുത്തുള്ളൂ. അങ്ങനെയുള്ള പേരുകളെയാണ് നമ്മൾ സയൻറ്റിഫിക് നെയിംസ് എന്ന് പറയുന്നത്. ഓൾ ഓവർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് നെയിംസ് ആണത്. പിന്നെന്താണ്? ദ നെയിംസ് ബേസ്ഡ് ഓൺ എഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ. ഓരോ പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയയും വെച്ചിട്ടാണ് അതിന് ആ നെയിം കൊടുക്കുന്നത്. അല്ലാതെ നമുക്കിഷ്ടമുള്ള പോലെ ഇന്നതിനെ ഇത് വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചാൽ തന്നെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായി പോകത്തില്ലേ അങ്ങനെ അപ്പോൾ ആ പേരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? അതിനുള്ള കുറേ ക്രൈറ്റീരിയകളും കുറേ പ്രിൻസിപ്പിൾസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പേര് കൊടുക്കുന്ന കുറേ ഏജൻസികളുണ്ട് ഓരോന്നിനും. അപ്പം അവരുടെ ക്രൈറ്റീരിയയും പ്രിൻസിപ്പിൾസും വെച്ചിട്ടായിരിക്കും ഓരോ സ്പീഷീസിനും അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് അസൈൻ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ചൈന റോസ് അല്ലെങ്കിൽ ചെമ്പരത്തി.
ചെമ്പരത്തി എന്ന് പറയുന്ന അതിന് നമ്മൾ ചെമ്പരത്തി എന്ന് പറയും മലയാളത്തിൽ. ഇംഗ്ലീഷിൽ അതിന് ചൈന റോസ് എന്ന് പറയും. ഹിന്ദിയിലാകുമ്പോഴോ അതിന് ഗുർഹാൽ എന്നറിയപ്പെടുന്നു. പിന്നെ എന്താണ്, പത്മചാരിണി എന്നാണ് സാൻസ്ക്രിറ്റിൽ ആ ചെമ്പരത്തിയുടെ പേര്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അത് ഓരോന്നല്ല അറിയപ്പെടുന്നത്. പക്ഷെ അപ്പം ഇതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അതിനുള്ള സയൻറ്റിഫിക് നെയിം എന്താണ്? ഇപ്പം ഇങ്ങനെ ചെന്ന് ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പകരം എന്താണ്, ഹിബിസ്കസ് റോസ സൈനൻസിസ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഹിബിസ്കസ് റോസ സൈനൻസിസ്. അങ്ങനെ അതാണെങ്കിൽ ആ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞാൽ എവിടെ ആയാലും അതെന്താണ്, ചെമ്പരത്തി തന്നെയാണ്. അതിനൊരു മാറ്റമില്ല. കാരണം അതിനാണ് വേൾഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നെയിംസാണ് സയൻറ്റിഫിക് നെയിംസ് എന്ന് പറയുന്നത്. കോമൺ നെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന നെയിംസാണ് കോമൺ നെയിംസ്, അല്ല വെർണാക്കുലർ നെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ. പകരം ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേര്, കൺവീനിയൻസിന് വേണ്ടി ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേരുകളാണ് നൽകുന്നത്. അതാണ് സയൻറ്റിഫിക് നെയിംസ്. അത് നൽകാനുള്ള ഏജൻസികളൊക്കെ ഉണ്ട്. ടൈപ്സ് ഓഫ് നോമൻക്ലേച്ചർ, അതായത് ഏതൊക്കെ ടൈപ്പാണുള്ളത്. ആദ്യമൊക്കെ പോളിനോമിയൽ നോമൻക്ലേച്ചർ, പിന്നെ ബൈനോമിയൽ, ട്രൈനോമിയൽ, ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആദ്യം അത് കുറേ ലാറ്റിൻ വേർഡ്സ് ഉപയോഗിച്ച് കുറേ ഭയങ്കര വലിയ പേരുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പോളി മീൻസ് മെനി എന്നാണല്ലോ. അപ്പോൾ കുറേ നെയിംസ് ചേർത്തിട്ടാണ് ആ ഒരു നോമൻക്ലേച്ചർ കൊടുത്തിരുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് നെയിം തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പോളിനോമിയൽ ആകുമ്പോഴത്തേക്ക് കുറേ ലാറ്റിൻ വേർഡുകൾ ഇങ്ങനെ ചേർത്ത് അതിൻ്റെ സസ്പീഷ്യസ് മറ്റേത് അങ്ങനെ കുറേ പേരുകൾ ചേർത്തിട്ട് വലിയൊരു പേരായിരുന്നു ഓരോ സ്പീഷ്യസിനും കൊടുത്തുകൊണ്ടിരുന്നത്, അല്ല ഓരോ ഓർഗാനിസത്തിനും കൊടുത്തുകൊണ്ടിരുന്നത്. അതപ്പോൾ ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അക്സെപ്റ്റഡ് അല്ല പോളിനോമിയൽ നോമൻക്ലേച്ചർ. പിന്നുള്ളത് വന്നതാണ് ട്രൈനോമിയൽ. ട്രൈ മീൻസ് 3, 3 പേര്. അതായത് ജീനസ് നെയിം, ഫസ്റ്റ് പാർട്ട് ജീനസ്, പിന്നെ സ്പീഷ്യസ്, സബ് സ്പീഷ്യസ്, ഈ 3 എണ്ണം കൂടെ ചേർത്തിട്ടാണ് പിന്നെ പേര് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതും മാറ്റിക്കൊണ്ട് പിന്നെന്താണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതായത് 2 കമ്പോണൻസ് യൂസ് ചെയ്തിട്ട് പേര് കൊടുക്കാൻ തുടങ്ങി. അതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ. അതിനകത്തിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് 2 കമ്പോണൻസ് ആയിരിക്കും കാണുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ കാൾ ലിനേഴ്സ് ഇൻ 1758. ആരാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത്? കാൾ ലിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? കാൾ ലിനേഴ്സ് ആയിരുന്നു. സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരായിരുന്നു? കാൾ ലിനേഴ്സ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള 1758 ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തതും ആര് തന്നെയാണ്? കാൾ ലിനേഴ്സ്. അതായത് ഓർഗാനിസത്തിനെ അവരെ എങ്ങനെ 2 പേര് വെച്ചിട്ട് അറിയപ്പെടുന്നു. 2 പാർട്ട്, ഒരു പേരിന് 2 കമ്പോണൻ്റ്, അത് വെച്ചിട്ട് അറിയപ്പെടുന്നു. അതാണ് സയൻറ്റിഫിക് നെയിംസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? കാൾ ലിനേഴ്സ് ആണ്. അപ്പോൾ കാൾ ലിനേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഇപ്പോൾ ഏതൊക്കെയാണ് പഠിച്ചത്? ടാക്സോണമിയുടെ ഫാദർ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്, പിന്നെന്താണ്, ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇനി അങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ പഠിക്കും. ഓക്കെ. The system of providing a name to an organism with 2 components, 2 കമ്പോണൻസ് വെച്ചുള്ള നെയിമിങ്, ആ ഒരു ഇതിനാണ് പറയുന്നത് എന്തെന്ന്? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ബൈ മീൻസ് 2. ഓക്കെ. ഈച്ച് നെയിം ഹാസ് 2 കമ്പോണൻസ്. ഒരു നെയിമിന് എത്ര കമ്പോണൻറ്റ് കാണും? 2 കമ്പോണൻറ്റ് കാണും. ഏതൊക്കെയാണ്? ഫസ്റ്റ് കമ്പോണൻറ്റിനെ നമ്മൾ ജനറിക് നെയിം എന്നും രണ്ടാമത്തേനെ നമ്മൾ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എക്സാമ്പിളായിട്ട് മാംഗോ ട്രീക്കകത്തിലെ സയൻറ്റിഫിക് നെയിം ഏതാണ്? മാഞ്ചിഫറ ഇൻഡിക്ക എന്ന്. അതെല്ലാവർക്കും അറിയാം അല്ലേ? മാഞ്ചിഫറ ഇൻഡിക്ക. ഈ മാഞ്ചിഫറ ഇൻഡിക്ക നമ്മൾ പറഞ്ഞല്ലോ, അതിന് 2 പാർട്ട്. നോക്കിയാൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്, 2 പാർട്ട്. മാഞ്ചിഫറയുണ്ട്, ഇൻഡിക്കയുണ്ട്. 2 പാർട്ടാണ്. ഏതൊക്കെയാണ്? മാഞ്ചിഫറ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടും ഇൻഡിക്ക എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടും. ഓക്കെ ആണല്ലോ, മാഞ്ചിഫറയും ഇൻഡിക്കയും. അതിനകത്തിലെ ഫസ്റ്റ് ഈ മാഞ്ചിഫറ എന്ന് പറയുന്നതാണ് അതിൻ്റെ ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ. ഈ മാഞ്ചിഫറയാണ് അതിൻ്റെ ജനറിക് നെയിം. അതിൻ്റെ സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് നെയിം ഏതാണ്? സ്പെസിഫിക് അല്ലെങ്കിൽ സ്പീഷ്യസ് നെയിം എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് ഒരു സയൻറ്റിഫിക് നെയിം. ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ 2 പാർട്ട് കാണും. ഫസ്റ്റ് ജീനസ് പാർട്ടും 2 സ്പീഷ്യസ് പാർട്ടും. മനസ്സിലായല്ലോ? അടുത്താണ് എന്താണ്? അതുപോലെ തന്നെ ഒറൈസ സറ്റൈവ എന്താണ്? ഫസ്റ്റ്, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ടാണ് ഏത്? ജനറിക് നെയിം. സെക്കൻഡ് പാർട്ട് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഓക്കെ.
ഇനി അടുത്താണ് ഏതൊക്കെ രീതി വെച്ചിട്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് നോമൻക്ലേച്ചറിനുള്ള യൂണിവേഴ്സൽ ലോസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പറയുന്നത്. ബയോളജിക്കൽ നെയിംസ് എപ്പോഴും ഏത് ഭാഷയിലായിരിക്കും, ഏത് ലാംഗ്വേജിലായിരിക്കും ബയോളജിക്കൽ നെയിംസ്? ലാറ്റിൻ നെയിം ആയിരിക്കും. ലാറ്റിൻ ആയിരിക്കും അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പക്ഷേ അതിൻ്റെ ഒറിജിൻ എവിടെ? ലാറ്റിനിൽ തന്നെ ഒറിജിൻ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഒറിജിൻ ചെയ്താലും പക്ഷേ സയൻറ്റിഫിക് നെയിം ഏതിൽ, അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം ഏതിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ? ലാറ്റിൻ ഭാഷയിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇറ്റാലിക്സിലായിരിക്കും അതെപ്പോഴും എഴുതുന്നത്, റിട്ടൺ ഇൻ ഇറ്റാലിക്സിലായിരിക്കും അത് എഴുതുന്നത്. ആദ്യം എന്താണ് പറഞ്ഞത്? ലാറ്റിൻ നെയിംസ് ആയിരിക്കും, അത് ഇറ്റാലിക്സിലായിരിക്കും എഴുതുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് നെയിംസ് കൊടുക്കുന്നത്, അത് ഇറ്റാലിക്സിലായിരിക്കും എഴുതുന്നത്. First word in a biological names represents the genus, while the second component indicates the specific epithet. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ജനറിക് നെയിം ആയിരിക്കും, സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിത്തറ്റ് ആയിരിക്കും, ഇത് ജനറിക് ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞാണല്ലോ നേരത്തെ. ഇത് നൊറൈസ സറ്റേവയിലെ ആയാലും ഏതിലെ ആയാലും ഫസ്റ്റ് പാർട്ട് ജനറിക് ആയിരിക്കും, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പം ഇതെല്ലാം ലാറ്റിൻ നെയിംസ് ആണ്. ഇതിൻ്റെ ഒറിജിൻ ഒന്നും നോക്കാതെ, എവിടുന്ന് ഒറിജിൻ ചെയ്തതാണെന്നൊന്നും നോക്കാതെ, സ്പീഷ്യസ് എവിടുന്ന് ഒറിജിൻ ചെയ്തതാണെന്ന് നോക്കാതെ ഇതിനെല്ലാം കൊടുക്കും. സയൻറ്റിഫിക് നെയിംസ് എപ്പോഴും ലാറ്റിനിലായിരിക്കും. ഓക്കെ, അതാ പറഞ്ഞേക്കുന്നത്. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഒറിജിൻ. First word in a biological name represents the genus, while the second component denotes the specific epithet. എക്സാമ്പിൾ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ്? മാഞ്ചിഫറ ഇൻഡിക്ക, അതിൻ്റെ ജനറിക് നെയിമാണിത്. ഇത് സ്പെസിഫിക് എപ്പിത്തറ്റ് അല്ലെങ്കിൽ സ്പീഷ്യസ് നെയിം. ഇത് ജീനസ് നെയിം, ഇത് സ്പീഷ്യസ് നെയിം. ഓക്കെ. ഇനി അടുത്താണ്, when hand written both the words in a biological name are separately underlined or printed in italics to indicate their Latin origin. അവരുടെ ലാറ്റിൻ ഒറിജിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിൽ അതിനെ സെപ്പറേറ്റ് അണ്ടർലൈൻസ്, അല്ലാതെ ഒറ്റ ഒരു ലൈൻ വെച്ചിട്ടല്ല ജനറിക് നെയിമിനെ സ്പീഷ്യസ് നെയിമേയും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ഒരിക്കലും അണ്ടർലൈൻ ചെയ്യരുത്, അത് തെറ്റാണ്. പകരം എങ്ങനെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? ജനറിക് നെയിമിന് സെപ്പറേറ്റ് അണ്ടർലൈന്, സ്പെസിഫിക് നെയിമിന് അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിന് സെപ്പറേറ്റ് അണ്ടർലൈൻ. അങ്ങനെ 2 അണ്ടർലൈൻ വെച്ചിട്ടാണ് ഇവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇറ്റാലിക്സിൽ എഴുതും. While the specific epithet the first word denoting the genus start with a capital letter, and while the specific epithet starts with a small letter. അതായത് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ആ ജനറിക് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, ഇത് എപ്പോഴും എന്താണ്? സ്മോൾ ലെറ്ററിലും ആയിരിക്കും. ഓക്കെ, ജീനസ് നെയിം എപ്പോഴും അല്ലെങ്കിൽ ജനറിക് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലും, സ്പീഷ്യസ് നെയിം എപ്പോഴും സ്മോൾ ലെറ്ററിലും ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഏതൊക്കെ ലോസാണ്? 3 ലോസ് പറഞ്ഞു. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 2 കമ്പോണൻറ്റ് കാണും. അതെന്ന് പറഞ്ഞാൽ ലാറ്റിനിലായിരിക്കും അവരുടെ പേര് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലാറ്റിനിൽ കൊടുക്കുമ്പം ഇറ്റാലിക്സിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അതിന് 2 പാർട്ട്. ഫസ്റ്റ് പാർട്ടിനെ ജീനസ് നെയിം എന്നും സെക്കൻഡ് പാർട്ടിനെ സ്പീഷ്യസ് നെയിം എന്നും പറയുന്നു. ഫസ്റ്റ് പാർട്ട് ജനറിക് നെയിം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജീനസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. സ്പീഷ്യസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്മോൾ ലെറ്ററിലായിരിക്കും. നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിൽ ഈ ജീനസ് നെയിമിനെ സ്പീഷ്യസ് നെയിമിനെ സെപ്പറേറ്റ് അണ്ടർലൈൻ കൊടുക്കണം, ഒറ്റ വര കൊടുക്കരുത്, അത് തെറ്റാണ്. ഓക്കെ. The first word denoting the genus start with a capital letter while the specific epithet starts with a small letter. നമ്മൾ പറഞ്ഞായിരുന്നു. Name of the author appears after the specific epithet. എന്ന് വെച്ചാൽ എന്താണ്? ഇത് കണ്ടുപിടിച്ച ഓതർ ആരാണോ ഈ ഒരു സ്പീഷ്യസിനെ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ഇതിന് സ്പീഷ്യസ് നെയിമിന് ആഫ്റ്റർ നൽകും. സ്പീഷ്യസ് നെയിം കഴിഞ്ഞിട്ട് അതുകൂടെ ചേർക്കും ഈ സയൻറ്റിഫിക് നെയിമിനകത്തിൽ. ഇപ്പം മാഞ്ചിഫർ ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എഴുതുമ്പം 2 നെയിം വെച്ചിട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ശരിക്കുള്ള രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ജനറിക് നെയിമും സ്പീഷ്യസ് നെയിമും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആരാണോ ആ സ്പീഷ്യസിനെ കണ്ടുപിടിച്ചത് അതിൻ്റെ ഓത്തറിൻ്റെ
പേരൂടെ അതിൻ്റെ ഒരു അബ്രിവിയേഷനൂടെ നമ്മൾ എന്താണ് ചെറുതായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് സയൻറ്റിഫിക് നെയിംസ് അല്ലെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എഴുതുമ്പോഴുള്ള ആ ഒരു ലോസ് എന്ന് പറഞ്ഞാൽ. ലോസ് എന്തൊക്കെ നമ്മൾ യൂണിവേഴ്സൽ ലോസ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ നമ്മളല്ല പേര് കൊടുക്കുന്നത്, പകരം എന്താണ് ഇതിന് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ട് നെയിംസ്, അതായത് സയൻറ്റിഫിക് നെയിംസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഏജൻസീസ് ഉണ്ട്. അവരുടെ ഇതാണ് ദ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ എന്നറിയപ്പെടുന്നു. ഓരോരുത്തർക്കും പേര് കൊടുക്കാൻ ഒരു സെപ്പറേറ്റ് ഏജൻസികളുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ആരാണ്? ICBN. ICBN എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. പ്ലാന്റ്സിന് പേര് കൊടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയകളും പ്രിൻസിപ്പിൾസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഇതാണ് ICBN എന്ന് പറയുന്നത്. അതാരാണ്? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇതിൻ്റെ ഇത് പഠിച്ചു വെച്ചോണം. ICBNൻ്റെ ഫുൾ ഫോം പഠിച്ചു വെച്ചോണം, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അതുപോലെ അത് പ്ലാന്റ്സിന് പേര് കൊടുക്കാനുള്ള ക്രൈറ്റീരിയയും പ്രിൻസിപ്പിൾസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ഇതാണ്. ICZN എന്ന് പറഞ്ഞ ആരാണ്? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത് ആനിമൽസിന് പേര് കൊടുക്കാനുള്ള അത് ക്രൈറ്റീരിയ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ICBN വേറെ ഒന്നുണ്ട്, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചർ എന്നും പറയും. ബാക്ടീരിയാസിന് പേര് കൊടുക്കുന്ന അതും ICBN എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ICVN ഉണ്ട്, അതെന്താണ്? ഇൻ്റർനാഷണൽ കോഡ് ഓഫ് വൈറൽ നോമൻക്ലേച്ചർ, വൈറസിനൊക്കെ പേര് കൊടുക്കുന്നത്. പിന്നെ ICNCP എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ ഫോർ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. അപ്പം പ്ലാന്റ്സിനാണ് ICBN ആണ് പേര് കൊടുക്കുന്നത്. ICBN എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICZN ആണെങ്കിൽ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ബാക്കി നോട്ട് ചെയ്ത് വെച്ചോണം, ഓർത്ത് വെച്ചോണം ഇത്. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണ്, എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിന് സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നത്, അതിനുള്ള ലോസ് എന്തൊക്കെയാണ്. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ 2 കമ്പോണൻസ് കാണും. ഫസ്റ്റ് പാർട്ട് ജീനസ് നെയിം അല്ലെങ്കിൽ ജനറിക് നെയിം എന്ന് പറയും. സെക്കൻഡ് പാർട്ട് സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയും. അത് ജീനസ് നെയിം എപ്പോഴും ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്പീഷീസ് നെയിം എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം. അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് അതിൻ്റെ ലാസ്റ്റ് ജീനസ് നെയിമിനും സ്പീഷീസ് നെയിമിനും അവസാനം ഓതറിൻ്റെ നെയിമൂടെ സൈറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് സയൻറ്റിഫിക് നെയിംസ് കൊടുക്കുന്നത്. പിന്നെ അവർ കൊടുക്കാനുള്ള ഏജൻസികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ICBN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അതായത് പ്ലാന്റ്സിന് പേര് കൊടുക്കുന്ന ആ ഒരു ഏജൻസിയാണ് ICBN. ICZN എന്ന് പറഞ്ഞാൽ എന്താണ്? സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അതായത് ആനിമൽസിനൊക്കെ പേര് കൊടുക്കുന്ന ഏജൻസി. പിന്നെ ICBN എന്ന് വെച്ചാൽ ബാക്ടീരിയോളജിക്കൽ നോമൻക്ലേച്ചറിൻ്റെ ഉണ്ട്. അതുപോലെ ICV ഇൻ്റർനാഷണൽ കോഡ് ഓഫ് വൈറൽ നോമൻക്ലേച്ചർ. പിന്നെ അതുപോലെ തന്നെ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിന് നെയിം കൊടുക്കുന്ന ഏജൻസീസും ഉണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച അത്രയും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു.